അബ്ഡോമിനൽ ബാൻഡേജിങ് എങ്ങനെ ചെയ്യാമെന്നറിയോ? ആഫ്റ്റർ ഡെലിവറി നമ്മളെല്ലാവരും നല്ല കോൺഷ്യസ് ആണല്ലേ. ഇപ്പം നമ്മൾ വയറ് ചാടുന്നതിനെ കുറിച്ചിട്ടോ വയറ് കൂടുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ ബോഡി ചേഞ്ചസിനെ കുറിച്ചിട്ടോ അപ്പോൾ പൊതുവെ നല്ല കോൺഷ്യസ് ആണ് എല്ലാവരും. സോ നമുക്ക് അബ്ഡോമിനൽ ബാൻഡേജിങ് നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും നമ്മൾ അബ്ഡോമിനൽ ബാൻഡേജിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അബ്ഡോമിനൽ ബാൻഡേജിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയ തോർത്ത് വീതിയിൽ മടക്കിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് അബ്ഡോമിനെ റാപ്പ് ചെയ്തിട്ട് പിൻ ചെയ്തിട്ട് യൂസ് ചെയ്യുക. അല്ല എങ്കിൽ ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിലൊക്കെ അബ്ഡോമിനൽ ബാൻഡേജിങ്ങിൻ്റെ കോറയുടെ മെറ്റീരിയലിൽ വരുന്ന ബാൻഡേജിങ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ബെൽറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. നമ്മുടെ ഡെലിവറിക്ക് ശേഷം നമ്മുടെ അബ്ഡോമിനൽ മസിൽസ്, പ്രത്യേകിച്ച് റെക്ടി അബ്ഡോമിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മസിലുണ്ട്. ഈ മസിലാണ് നന്നായിട്ട് ലൂസ് ആയിട്ടുണ്ടാവുക, ഭയങ്കര വീക്ക് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഈ മസിലിനെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അതേ കൂടെ തന്നെ നമ്മുടെ യൂട്രസും നന്നായിട്ട് ഒരു ബലൂണ് വീർത്ത് നിന്നിരുന്ന ഒരു ബലൂണ് പെട്ടെന്ന് കാറ്റൊഴിയുന്ന ഒരു അവസ്ഥ ആയിരിക്കും യൂട്രസിന് ഉണ്ടാവും. സോ ഈ യൂട്രസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ യൂട്രസിനും കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ടൈറ്റിലൊന്നും ഒരിക്കലും അബ്ഡോമിനൽ ബാൻഡേജിങ് ചെയ്യരുത്. അത്യാവശ്യം കുഴപ്പമില്ല, പാകത്തൊരു ടൈറ്റിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അബ്ഡോമിനൽ ബാൻഡേജിങ് ചെയ്യേണ്ടത്. ഇനി സിസേറിയനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റിച്ചിന്റെ തൊട്ട് മുകളിൽ വരെ നിങ്ങൾക്ക് ആ വയറിനെ ഇങ്ങനെ താങ്ങി നിർത്താം. കാരണം സ്റ്റിച്ചിന് ഓവർ പ്രഷർ ചെല്ലാതെ ഇരിക്കാൻ അബ്ഡോമിനൽ ബാൻഡേജിങ് നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആഫ്റ്റർ ഡെലിവറി എന്തായാലും നിങ്ങൾ അബ്ഡോമിനൽ ബാൻഡേജിങ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നിങ്ങളെ യൂട്രസിനും അബ്ഡോമിനൽ മസിൽസിനെ സപ്പോർട്ട് ചെയ്യാനും നല്ലത്.